ഇന്ത്യൻ ക്രിക്കറ്റിലെ റോക്ക് സ്റ്റാർ എന്ന് വിശേഷിക്കപ്പെടുന്ന ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഇപ്പോൾ കളിക്കളത്തേക്കാൾ കൂടുതൽ തിരക്ക് തന്റെ പ്രണയജീവിതത്തിലാണ്. നടാഷ സ്റ്റാൻകോവിച്ചുമായുള്ള 4 വർഷത്തെ ദാമ്പത്യം 2024 ജൂലൈയിൽ അവസാനിപ്പിച്ചപ്പോൾ ആരാധകർ കരുതിയത് ഹാർദിക് മാനസികമായി തകർന്നുപോകുമെന്നാണ്. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നാണ്. വിവാഹമോചനത്തിന്റെ ഔദ്യോഗിക വാർത്ത പുറത്തുവരുന്നതിനു മുമ്പേ ഹാർദിക്കിന്റെ പേര് ബ്രിട്ടീഷ് ഗായിക ജാസ്മിൻ വാലിയയുമായി ചേർത്ത് വായിക്കപ്പെട്ടു. ഇപ്പോഴിതാ മഹിക ശർമ്മ എന്ന മോഡലുമായി ഹാർദിക് തന്റെ പുതിയ ജീവിതം പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഹർഭജൻ സിംഗും ഭാര്യ ഗീത ബസ്രയും നടത്തുന്ന ഹൂ ഈസ് ദ ബോസ് എന്ന പോഡ്കാസ്റ്റ് ഷോയിലാണ് ഹാർദിക്കിനെതിരെ ഏറ്റവും വലിയ ട്രോൾ ഉയർന്നത്. ഒരു ഗെയിമിനിടെ ക്രിക്കറ്റ് താരങ്ങളെ സിനിമകളുമായി താരതമ്യം ചെയ്യാൻ പറഞ്ഞപ്പോൾ ഹർഭജൻ സിംഗ് ദേവദാസ് എന്ന ചിത്രത്തിന് നേരെ ഹാർദിക് പാണ്ഡ്യയുടെ പേരാണ് പറഞ്ഞത്. ഇത് കേട്ട് ഞെട്ടിയ മുൻ താരം ആശിഷ് നെഹ്റ ചോദിച്ച ചോദ്യമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. എന്തുകൊണ്ട് ഹാർദിക്? ദേവദാസ് ഒരു പെണ്ണിനെ മാത്രം സ്നേഹിച്ച് മരിച്ചവനാണ്. പക്ഷേ ഹാർദിക് അങ്ങനെയല്ലല്ലോ. അയാൾ എന്നും തന്റെ കാമുകിയെ മാറ്റിക്കൊണ്ടിരിക്കുക എന്നതാണ് ഞാൻ അറിഞ്ഞത് എന്നായിരുന്നു നെഹ്റയുടെ മറുപടി. ഈ വീഡിയോ പുറത്തു വന്നതോടെ ഹാർദിക്കിന്റെ പ്ലേ ബോയ് ഇമേജിനെതിരെ സോഷ്യൽ മീഡിയയിൽ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. നെഹ്റയുടെ ഈ പരാമർശം വന്നതോടെ ഇൻസ്റ്റഗ്രാമിലും എക്സിലും ആരാധകർ ഏറ്റുമുട്ടുകയാണ്. ചില പ്രധാന കമന്റുകൾ ഇങ്ങനെ: നടാഷയോട് ചെയ്തത് ക്രൂരതയാണ്. കുഞ്ഞിനെ പോലും ഓർക്കാതെ ഓരോ മാസവും ഓരോ പെണ്ണുങ്ങളുടെ കൂടെ നടക്കുന്ന ഹാർദിക്കിനെ എന്തിനാണ് ഇന്ത്യൻ ടീമിൽ എടുക്കുന്നത്? ഇതാണോ യുവതലമുറയ്ക്ക് നൽകുന്ന മാതൃക? ഫേസ്ബുക്കിലെ ഒരു രൂക്ഷമായ കമന്റാണ് ഇത്. നെഹ്റ പറഞ്ഞത് 100% ശരിയാണ്. ഹാർദിക്കിനെ ക്രിക്കറ്റിനേക്കാൾ വലുത് ലവ് ലൈഫാണ്. ജാസ്മിൻ ബാലിയയിൽ ബസ്സിൽ കയറ്റി നടന്നു. ഇപ്പോൾ മഹിക. അടുത്ത മാസം ആരാണാവോ? ട്വിറ്ററിലെ ഒരു പരിഹാസമാണ്. ആഗസ്ത്യയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് സങ്കടം. അച്ഛൻ പുതിയ ഓരോ ബന്ധങ്ങൾ ആഘോഷിക്കുമ്പോൾ അമ്മ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുകയാണ്. നടാഷയ്ക്ക് നീതി വേണം. ഇൻസ്റ്റഗ്രാമിലെ നടാഷയുമായി വേർപിരിഞ്ഞതിന് പിന്നാലെ ഗ്രീസിൽ ജാസ്മിൻ വാലിയയ്ക്കൊപ്പം ഹാർദിക് അവധിക്കാലം ആഘോഷിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. ടീം ഇന്ത്യയുടെ ഔദ്യോഗിക ബസ്സിൽ പോലും ജാസ്മിനെ കയറ്റിയത് വലിയ വിവാദമായിരുന്നു. എന്നാൽ ആ ബന്ധം അധികം നീണ്ടുനിന്നില്ല. കഴിഞ്ഞ ഒക്ടോബറിൽ മഹിക ശർമ്മയുമായുള്ള പ്രണയം ഹാർദിക് തന്നെ പരസ്യമാക്കി. മഹികയ്ക്കൊപ്പം ബീച്ചിൽ നിൽക്കുന്ന ചിത്രങ്ങളും 11:11 എന്ന ക്യാപ്ഷനും ഹാർദിക് പങ്കുവച്ചപ്പോൾ ആരാധകർ ഒന്നടങ്കം ചോദിച്ചത് ഒന്നേയുള്ളൂ: ഇത്ര പെട്ടെന്ന് എങ്ങനെ ഒരാൾക്ക് പുതിയൊരാളെ കണ്ടെത്താൻ കഴിയുന്നു? മഹികയുടെ വിരലിലെ വലിയ ഡയമണ്ട് മോതിരം കണ്ടതോടെ ഇരുവരും രഹസ്യമായി വിവാഹനിശ്ചയം കഴിഞ്ഞോ എന്ന ചോദ്യവും ഉയർന്നിട്ടുണ്ട്. മറുഭാഗത്ത് നടാഷ സ്റ്റാൻകോവിച്ച് തന്റെ മകൻ അഗസ്ത്യയുമായി സെർബിയയിലേക്ക് മടങ്ങിയിരുന്നു. എന്നാൽ അടുത്തിടെ ഇന്ത്യയിൽ തിരിച്ചെത്തിയ താരം ചെറുകിട പരിപാടികളിലും കോളേജ് ഇവന്റുകളിലും ഡാൻസ് ചെയ്താണ് വരുമാനം കണ്ടെത്തുന്നത്. ഇതിന്റെ